ചർച്ച് ഇലക്ഷനെ കുറിച്ച് പറയുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. ഇലക്ഷനിൽ ഒരാൾ മത്സരിക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താണ്? അയാൾ പറയുന്നത് എൻ്റെ എതിരായിട്ട് നിൽക്കുന്ന ആൾക്ക് വേണ്ടത്ര വിവരമില്ല, അയാളെ കൊണ്ട് ഈ കാര്യമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഇപ്പൊ പത്രങ്ങളെല്ലാം പെന്തിക്കോസ് പത്രമൊക്കെ എടുത്ത് നോക്കി ഇതല്ലേ കാണുന്നത് മുഴുവൻ. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്, ഇല്ലേ? എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യാം, ഞാൻ ഇതിന് യോഗ്യൻ. എന്നാൽ വേദോസം പറയുന്നു ഓരോരുത്തൻ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊള്ളട്ടെ. ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, ബ്രദറെ എനിക്ക് വോട്ട് ചെയ്യരുത്, കാര്യം എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, എനിക്ക് എതിരായിട്ട് നിൽക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ യോഗ്യനായ ആള് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാരും വന്ന് പറയുന്നത് എന്താണ്? ഞാൻ യോഗ്യൻ, ഞാൻ യോഗ്യൻ. ഞാൻ യോഗ്യൻ എന്ന് പറയാൻ ഒരു വ്യക്തിയെ അനുവദിക്കുന്ന എന്ത് കാര്യവും ബിബ്ലിക്കലല്ല, വേദപുസ്തക പ്രകാരം അതുള്ളതല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഞാൻ യോഗ്യൻ, ഈ കസേരയിലിരിക്കാൻ ഞാൻ യോഗ്യൻ എന്ന് ഞാൻ പറയുന്ന ഒരു സ്റ്റേജ് ഒരു സംഘടനയിലുണ്ടായാൽ ആ സംഘടന പിരിച്ചുവിടണം. കാരണം അതിപ്പോ എങ്ങനെയുള്ളതല്ല, ആത്മീകമല്ല, ബിബ്ലിക്കലല്ല, വേദപുസ്തക പ്രകാരമല്ല ആ കാര്യം പോകുന്നത്. ജനായത്തപരമെന്ന് പറയുമായിരിക്കും, പക്ഷെ വേദപുസ്തകത്തിന്റെ സിസ്റ്റം അല്ല സഹോദരങ്ങളെ. അത് മജോറിറ്റി നോക്കി നിങ്ങൾ പോകരുത്. മജോറിറ്റി ഒരിക്കലും മജോറിറ്റി ആത്മീകരാണെങ്കിൽ കുഴപ്പമില്ല. മജോറിറ്റി ആത്മീകരല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാവും ആത്മീകനായിരിക്കത്തില്ല. കാര്യം മജോറിറ്റിയുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ അല്ലേ ഇവിടെ തിരഞ്ഞെടുക്കത്തുള്ളൂ, അല്ലാതെ ആരെയാ തിരഞ്ഞെടുക്കുന്നത്? യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഐ എം നോട്ട് അഗൻസ്റ്റ് എനിബഡി. എനിക്കറിയാവില്ല, നിങ്ങൾക്ക് അറിയാവില്ല, ഞാനിവിടെ ആർക്കും എതിരൊന്നുമല്ല. എല്ലാവരും ഈ നിൽക്കുന്നവരും വാഴുന്നവരും എല്ലാം എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ അവരുടെ മുഖത്ത് നോക്കിയാൽ ഇത് തന്നെ പറയും, അല്ലാതെ ഇത് മാറി നിന്നൊന്നുമല്ല. ഇത് അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. സൗഹൃദം വേറെ, ആത്മീയം വേറെ. കൂട്ടൊക്കെ എത്ര ഇതായിട്ടുള്ളവരുമായിട്ട് ഞാൻ ഒരിക്കലും ഒരാൾ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ അയാൾ എന്നും എൻ്റെ ഫ്രണ്ടാണ്. അത് ഞാൻ പഠിച്ചിട്ടുള്ള. താൻ സ്നേഹിക്കുന്നവരെ അവസാനത്തോളം സ്നേഹിച്ചു എന്ന് വേദപുസ്തകത്തിൽ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞൊരു വാക്യം വായിച്ചതിന് ശേഷം എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചിന്തയാണ്, ഇഫ് യു സ്റ്റാർട്ട് ലവിങ് എ പേഴ്സൺ, അവൻ എന്ത് കാണിച്ചാലും അവനെ സ്നേഹിക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ അനാത്മീകമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് കൂടെ നിൽക്കാൻ എന്നെ കിട്ടത്തില്ല. അത്രേ ഉള്ളൂ. സോളിഷ് ആയിട്ടുള്ള അത് ഇന്നത്തെ സഭ മുന്നോട്ട് പോകുന്നത്, ഇന്ന് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്പിരിച്വൽ, അവരെ നയിക്കുന്ന അവരുടെ സ്പിരിറ്റ് അല്ല, അവരുടെ സോളാണ്. അവരുടെ ശരീരമായിരുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം, ശരീരത്തിന്റെ നീഡ്സ് അതിപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് പ്രലോഭനങ്ങൾ വരുന്ന ആദ്യത്തെ ഘടകമെന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ദേഹമാണ്, നമ്മളുടെ ബോഡിയാണ്, നമ്മുടെ ഫുഡ്, നമ്മളുടെ ഓൾ ദ ബോഡി നീഡ്സ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഫുഡ്, നമ്മുടെ ഇടപെടൽ, നമ്മുടെ വികാരങ്ങൾ, ഇതിനകത്തെല്ലാം ഒത്തിരി ടെംപ്റ്റേഷൻസ് നമുക്ക് ഉണ്ടാകാനുണ്ട്. ഇറ്റ് ഈസ് ദെയർ. കാര്യം നമ്മുടെ ബോഡി ഒരു ഫിസിക്കൽ റിയാലിറ്റി ആയതുകൊണ്ട് അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നത് പോലെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യത്തില്ല, മറ്റുള്ള ഒരു ദേഹി പോലും രണ്ടാമത്തെ കാര്യമേ വരത്തുള്ളൂ. ദേഹിയിൽ വരുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രശസ്തനാകാനുള്ള മോഹം, ജ്ഞാനം പ്രാപിക്കാനുള്ള മോഹം, ഇതെല്ലാം ദേഹിയുടേതാണ്. അറിവ് സമ്പാദിക്കാനുള്ള മോഹം, കൂടുതൽ അറിവ് നേടാനുള്ള മോഹമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സോളിഷ്. സ്പിരിറ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സ്പിരിറ്റിന് ആരുമായിട്ടേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ, ദൈവമായിട്ട് മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. അതുകൊണ്ട് സ്പിരിറ്റ് എപ്പോഴും നമ്മളെ ഉത്സാഹിപ്പിക്കുന്നതും ചെയ്യിക്കുന്നതും എല്ലാം സ്പിരിച്വൽ റിയാലിറ്റീസിനെയാണ്. ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. അപ്പൊ ഈ സോൾ ആണ് ഇന്നത്തെ വില്ലൻ എന്ന് പറയുന്നത്. ഇന്ന് സഭയിൽ അടക്കി വാഴുന്നത് സോൾ, ദേഹിയാണ്. അതുകൊണ്ട് എന്താണ് ഇവിടെ യേശുവിനോട് ഇവൻ പറയുകയാണ്, നിനക്ക് പ്രശസ്തനാകുവാൻ ഏറ്റവും നല്ലത് ക്രൂശിക്കപ്പെടുകയൊന്നുമല്ല. നിനക്ക് പ്രശസ്തനാകാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു ഭയങ്കര അത്ഭുതം കാണിക്കും. എന്ത്? അത് എവിടെ? എല്ലാവരുടെയും മുന്നിൽ. ഇവിടെ ഇപ്പം മരുഭൂമിയിൽ കല്ലപ്പമായി തീർന്ന എല്ലാവരും കാണത്തില്ലായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരും മനസ്സിലാക്കണം എന്ത്? നീ ദൈവപുത്രൻ ആണെന്ന്. ആദ്യത്തെ പ്രലോഭനം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവൻ തന്നെ മനസ്സിലാക്കണമായിരുന്നു ഞാൻ ദൈവപുത്രനാണെന്ന്. അതൊരു എന്താണ്? യേശുവിനോട് പറയാണ്, ഹൗ ക്യാൻ യു നോ ദാറ്റ് യു ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ് ഓർ യു ആർ ദി സൺ ഓഫ് ഗോഡ്? നിനക്കെങ്ങനെ ഉറപ്പിക്കാം നീ ദൈവത്തിന്റെ പുത്രനാണെന്ന്? എങ്ങനെ ഉറപ്പിക്കാം? ഈ കല്ല് അപ്പമായി തീരുന്നത് കൊണ്ട് നിനക്കുറപ്പിക്കാം
നീ ദൈവപുത്രനാണെന്ന്. കർത്താവ് പറഞ്ഞു, അതിനുവേണ്ടി എനിക്ക് ഈ ഗിമ്മിക്സ് ഒന്നും ആവശ്യമില്ല, എനിക്കറിയാം ഞാൻ ദൈവപുത്രനാണെന്ന്. കാര്യം എന്റെ പിതാവ് ഞാനുമായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അത് മതി, എനിക്ക് ഉറപ്പുണ്ട്. എന്നാ പിശാച് പറയുന്നത്, നിനക്കുറപ്പുണ്ടായാൽ പോരാല്ലോ, മറ്റുള്ളവരുടെ മനസ്സിലാക്കണമല്ലോ നീ ദൈവപുത്രനാണെന്നുള്ളത്. പണ്ടൊരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു സൈക്യാട്രിക് പ്രോബ്ലം ഉള്ള ഒരാള്, അയാളുടെ ഒരു ചിന്ത ഇയാൾ എലിയാണെന്നാ. ഇത് എലിയാണെന്നാണ് ഇയാൾ ചിന്തിക്കുന്നത്. ഞാനൊരു മനുഷ്യനല്ല, ഞാൻ ആരാണ്? എലിയാണ്. അപ്പൊ ഇത് പ്രശ്നം ഉണ്ടാകുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂച്ചയെ കാണുമ്പോൾ ഇയാൾ പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മേശപ്പുറത്ത് ചാടി കയറും. പൂച്ച ചെല്ലുന്ന സ്ഥലത്തോട് അടുക്കത്തില്ല, ഓടി എവിടെങ്കിലുമൊക്കെ കയറിയിരിക്കും. ഒടുവിൽ ഇവന്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ ഇവനെ വിളിച്ചുകൊണ്ട് ഒരു സൈക്യാട്രിസ്റ്റിന് അടുത്ത് കൊണ്ടുപോയി. അയാൾ ഇയാളെ കൗൺസിൽ ചെയ്ത് കുറച്ച് മണിക്കൂർ എടുത്ത് ഇയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു, ഇവൻ എലിയല്ല മനുഷ്യനാണ്. അപ്പൊ ഇയാൾ സമ്മതിച്ചു, ഞാൻ മനുഷ്യനാണെന്ന് സമ്മതിച്ച് ഇയാൾ ചോദിച്ചു, മനുഷ്യനായോണ്ടല്ലേ നീ സംസാരിക്കുന്നത്? എലി സംസാരിക്കുന്ന പോലെ നീ കരയുന്നില്ലല്ലോ, എലി കരയുന്ന പോലെ അല്ലല്ലോ നീ കരയുന്നത്, നീ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ അല്ലേ മനുഷ്യൻ സംസാരിക്കുന്നത്, നീ രണ്ട് കാലല്ലേ നടക്കുന്നത്? ഇങ്ങനെ 1000 ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ഇയാളെ ഒടുവിൽ സമ്മതിച്ചു, ശരിയാ ഡോക്ടറെ, ഞാൻ എലിയല്ല, ഞാൻ മനുഷ്യനാണ്. ഇങ്ങനെ സമ്മതിച്ചെല്ലാം വളരെ ഒരു ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്, ഡോക്ടറും പേഷ്യന്റും കൂടെ. ഉടനെയാണ് സൈക്യാട്രിസ്റ്റിന്റെ പൂച്ച അതുവഴി വന്നത്. ഇയാൾ പെട്ടെന്ന് ചാടി കയറി മേശപ്പുറത്ത് കയറിയിരുന്നപ്പോഴത്തേക്ക് ഡോക്ടർ ചോദിച്ചു, എടോ താൻ 1 മിനിറ്റിന് മുമ്പേ പറഞ്ഞില്ലേ താൻ എലിയല്ല താൻ മനുഷ്യനാണെന്ന്? തനിക്കറിയത്തില്ല താൻ എലിയല്ല താൻ മനുഷ്യനാണെന്ന്? ഡോക്ടറെ, എനിക്കറിയാം ഞാൻ എലിയല്ല ഞാൻ മനുഷ്യനാ. പിന്നെ താൻ ഇതിനെ മേശപ്പുറത്ത് കയറിയ? അല്ല, എനിക്കറിയാമെങ്കിലും പൂച്ചയ്ക്ക് അത് അറിയത്തില്ലല്ലോ. ഇതുപോലെ പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനാണെന്നൊക്കെ നിനക്കറിയാം, പക്ഷെ ജനങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഇത് നമ്മുടെ എല്ലാം പ്രശ്നമാണ്. നമ്മുടെ ആത്മീയത മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാനുള്ള വലിയ പ്രലോഭനം എപ്പോഴും നമുക്കുണ്ട്. ഞാൻ ആത്മീയനാണെന്നുള്ളത് എനിക്കറിഞ്ഞാൽ പോരാല്ലോ, മറ്റുള്ളവരോടൊന്ന് അറിയണമല്ലോ. ഞാൻ സ്പിരിച്വൽ ആണെന്നുള്ളത് അറിയണമല്ലോ, ഞാൻ ദൈവപുത്രനാണെന്നുള്ളത് അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണ്, എല്ലാവരും കാണുക ഒരു അത്ഭുതം നീ കാണിക്കണം. എന്തത്ഭുതം? നീ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ, ഇറ്റ് ഈസ് സോ ഹൈ, ഭയങ്കര ഹൈറ്റുള്ള വളരെ ഉയരമുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ചാടിയാൽ എല്ലാവരും നിന്നെ കാണും. നീ ഇങ്ങനെ പാരാഷൂട്ടിൽ ലാൻഡ് ചെയ്യുന്നത് പോലെ ദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങി ഇറക്കുന്നത് ജനങ്ങൾ കാണും. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും, യു ആർ ദ സൺ ഓഫ് ഗാഡ്. ഇവിടെ പിശാച് ഉപയോഗിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, പിശാചിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അവൻ വചനം ഉദ്ധരിക്കാൻ ഭയങ്കര മിടുക്കനാണെങ്കിലും ഒരിക്കലും അവൻ വചനം നേരായ രീതിയിൽ പറയത്തില്ല. ഇവിടെ ഇവൻ പറയുന്നത് ദേവാലയത്തിന്റെ അഗ്രത്ത് നിന്ന് താഴേക്ക് ചാടുക എന്നാണ്. സങ്കീർത്തനത്തിൽ പറയുന്നത് നീ വീണാൽ നിന്നെ കാക്കാനുണ്ടെന്നാ. വീഴുന്നതും ചാടുന്നതും രണ്ടാ പ്രിയമുള്ളവരെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. പലരും ചാടിയേച്ച് ഞാൻ വീണെന്ന് പറയാറുണ്ട്, പക്ഷെ ശരിക്കും അത് വീഴ്ചയല്ല, എന്താണ്, ചാട്ടമാണ്. എല്ലാവരുടെയും ഞാൻ വീണുപോയി, അങ്ങേര് വീണുപോയി, അങ്ങനെ അത് വീഴ്ചയല്ല. വീഴ്ചയും ചാട്ടവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീഴ്ച എന്ന് പറയുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. ചാട്ടം എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് സന്തോഷിക്കുന്നുണ്ട്, രസിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ മിക്കപ്പോഴും പാപത്തിൽ വീഴുകയല്ല, പാപത്തിൽ ചാടുകയാണ്. എന്നിട്ട് നമ്മൾ വീഴ്ചയായിരുന്നു, എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്നൊക്കെ അങ്ങ് പറയുന്നത്, അത് കള്ളമാണ്. അങ്ങനൊന്നും പറയരുത് ദയവ് ചെയ്ത്. പാപത്തിൽ ചാടിയിട്ട് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്, എനിക്കൊരു ബലഹീനത പറ്റിപ്പോയി എന്നൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിനകത്തൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒരു പാസ്റ്ററുടെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രശ്നം? അതെ, ഞാൻ എക്സാഗ്രേറ്റ് ചെയ്യുന്ന ഒരു വീക്ക്നെസ് എനിക്കുണ്ട്. ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ചില ആളുകളുണ്ടല്ലോ, എന്താണ് പറയുമ്പോൾ ഇച്ചിരി കൂട്ടി പറയും, അതൊരു വീക്ക്നെസ്സാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്റർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. എന്നെ ചോദിച്ചു, പാസ്റ്റർ അതെന്താ? ഞാനൊരു ആത്മീയ പ്രശ്നവുമായി പാസ്റ്റർ അടുത്ത് വന്നതാണല്ലോ, അല്ലാതെ വേറെ എന്താ, എനിക്ക് പൈസ വേണമെന്നോ ജോലി വേണമെന്നോ ഒന്നും പറഞ്ഞല്ല. എൻ്റെ ഒരു ആത്മീയ പ്രശ്നവുമായി പാസ്റ്റർ അടുത്ത് വന്നിട്ട്, പാസ്റ്റർ എന്താ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? എന്നെ പാസ്റ്റർ പറഞ്ഞു, സഹോദരി ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറയണം, പാസ്റ്ററെ കൂട്ടിപ്പറയുക എന്ന ഒരു വലിയ പാപത്തിന്റെ അടിമയാണ് ഞാൻ, ഇതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ ഇത് വീക്ക്നെസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നാലൊന്നും ഞാൻ പ്രാർത്ഥിക്കത്തില്ല. കാര്യം വീക്ക്നെസ് ആണെന്ന് പറഞ്ഞാലേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനകത്തൊന്നും രക്ഷപ്പെടുവാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, മീൻ വെട്ടുമ്പം പൂച്ച വന്ന് അടുത്തിരിക്കും. പൂച്ച അയല കൊണ്ട് പൂച്ച അടിച്ചാൽ പൂച്ച പോകത്തില്ലെന്ന് പറയാറുണ്ടല്ലോ, ഇല്ലേ? പൂച്ച എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന
മീനും കൊണ്ടൊരു അടി അടിച്ചു കഴിഞ്ഞാൽ പൂച്ച അങ്ങ് പോകും. അങ്ങോട്ടൊന്ന് തിരിഞ്ഞേച്ച് പൂച്ച പിന്നെ തിരിച്ചു വരും. പൂച്ച പോകണമെങ്കിൽ നല്ല ചൂരവടി കൊണ്ടുള്ള അടി കിട്ടണം എന്ന് പറഞ്ഞതുപോലെ എനിക്കൊരു വീക്ക്നെസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അടുത്ത് എന്നാൽ നിങ്ങൾ ജന്മം ചെയ്താൽ നിങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കത്തില്ല. കോൾ സിൻ എ സിൻ. പാപത്തിൽ വീഴുന്ന വ്യക്തി അത് പലപ്പോഴും നമ്മൾ ചാടുകയാണ്. ബിക്കോസ് വി ലവ് സിൻ. നമ്മൾ പാപത്തിനകത്ത് രസിക്കുന്നുണ്ട്. ഒരു ഒരു ആൽക്കഹോളിക് എന്ന് പറയണ്ട, കള്ളുകുടിയനായ ഒരു വ്യക്തി വിശ്വാസത്തിൽ വന്നു, രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞിട്ട് അവൻ കുറച്ച് നാളത്തേക്ക് മദ്യം ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിനുശേഷം ഒരു ദിവസം ഇവൻ കൂട്ടുകാരുടെ കൂടെ കൂടിയ കൂട്ടത്തിൽ അറിയാതെ കുടിച്ചുപോയി. അവൻ പിറ്റേ ദിവസം വന്ന് ചാടി വന്നിട്ട് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ മദ്യപിച്ചു പോയി, പിശാചെന്നെ പ്രലോഭിപ്പിച്ചു, പിശാചിനെ ടെംപ്റ്റ് ചെയ്തു, ഐ വാസ് ജസ്റ്റ് ഫോളോയിങ് ഇൻ ടു ദാറ്റ് സിൻ, പാസ്റ്റർ എന്നെ രക്ഷിക്കണം, എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, തെറ്റാ നീ കാണിച്ചത്, എങ്കിലും നിനക്കൊരു അങ്ങനെ ഒരു വീഴ്ച പറ്റിയെങ്കിൽ കർത്താവ് നിന്നോട് ക്ഷമിക്കും, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ വ്യക്തി പ്രാർത്ഥിച്ചു. പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഈ വ്യക്തിയോട് പറഞ്ഞു, ഇനി നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടരുത്. പക്ഷെ പിറ്റേ ദിവസം അവൻ പിന്നെയും ഇതേപോലെ തന്നെ മദ്യപിച്ചു വന്നു പറഞ്ഞു, പാസ്റ്റർ ഇന്നും സാത്താൻ വന്ന് എന്നെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ, ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, ദിസ് ഇസ് എ റോങ് തിങ്. നീ ഒരു വിശ്വാസിയാണ്, നീ ഒരിക്കലും മദ്യപിക്കാൻ പാടില്ല, പിന്നെ നീ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയത്? സാത്താൻ എന്നെ പരീക്ഷിച്ചു. ശരി, ഇനി മേലാൽ അങ്ങനെ ചെയ്യരുത്, ഇനി ഇങ്ങനെ ചെയ്യുമോ? ഇല്ല പാസ്റ്റർ, ഇനി മേലാലില്ല, എനിക്ക് രക്ഷപ്പെടണം എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെയും പ്രാർത്ഥിച്ചു. പക്ഷെ പിറ്റേ ദിവസം അവൻ കള്ളു കുടിച്ചു വന്നു, പാസ്റ്റർ ഇന്നും സാത്താൻ എന്നെ പരീക്ഷിച്ചു. ഇദ്ദേഹം ചോദിച്ചു, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ സാത്താന്റെ കീഴെ പോയി നിൽക്കരുതെന്ന് ഇങ്ങനെ പരീക്ഷിക്കപ്പെടാനായിട്ട്. ഇനി സാത്താൻ പരീക്ഷിക്കാൻ വരികയാണെങ്കിൽ ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. കാര്യം വേദോത്സവം പഠിപ്പിക്കുന്നത് സാത്താനോട്, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അതുകൊണ്ട് ഇനി പിശാചി വരുമ്പോൾ എന്നെ വിട്ടുപോകും സാത്താനെ എന്ന് പറയണം എന്ന് പറഞ്ഞു. ശരി പാസ്റ്ററെ. പിറ്റേ ദിവസം ഇവൻ കള്ളു കുടിച്ച് വെച്ച് പിന്നെയും വന്നു. പാസ്റ്റർ ചോദിച്ചു, എന്തുവാ സഹോദര ഇത്? ഇന്നും സാത്താൻ എന്നെ പരീക്ഷിച്ചു. ചോദിച്ചു, സാത്താൻ പരീക്ഷിക്കുമ്പോൾ ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ എന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? സാത്താൻ എന്നെ വിട്ടുപോകുന്നു പറയാൻ പറഞ്ഞില്ലേ? പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ എന്നെ പറയാഞ്ഞത്? അല്ല, പറഞ്ഞാൽ പിന്നെ നാളെ അവൻ വന്നില്ലെങ്കിലും ഒന്ന് പേടിച്ച. അപ്പൊ സാത്താൻ വരണമെന്നും പ്രലോഭിപ്പിക്കണമെന്നും പാപത്തിൽ വീഴണമെന്നും ഒക്കെ ഇവന് ഉണ്ട്, ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് ഫോളിങ്, വി ആർ ജമ്പിങ് ഇൻ ടു സിൻ. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഇഫ് യു ആർ എ ട്രൂ ക്രിസ്ത്യൻ, ഡു നോട്ട് ലവ് സിൻ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ പാപത്തെ സ്നേഹിക്കരുത്, പാപത്തെ വെറുക്കാൻ പഠിക്കണം. പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോരുക മാത്രമല്ല, പാപത്തെ വെറുക്കാൻ പഠിക്കണം. നമ്മളുടെ സോൾ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് നിങ്ങളെ വിട്ടുകൊടുക്കരുത്, പ്രലോഭനങ്ങൾക്ക് നിങ്ങളെ വിട്ടുകൊടുക്കരുത്, ഫെയിം ഉണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിക്കരുത്, പദവികളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. അത് സോളിഷ് ഡിസയർ ആണ്. കസേരയുടെ പുറകെ പോകരുത്. സോളിഷ് ഡിസയർ ആണ്. നിങ്ങൾക്ക് പ്രശസ്തനാകുവാനുള്ള മോഹം ഉണ്ടാകരുത്. സോളിഷ് ഡിസയർ ആണ്. നിങ്ങളൊരു പ്രസംഗകനായിരിക്കാം, എന്തുമായിക്കോട്ടെ, എപ്പോഴും നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഞാൻ സെലിബ്രൻസ് സിംഗേഴ്സ്, US-ലുള്ള സെലിബ്രൻസ് സിംഗേഴ്സ് 75 or 76 ഇന്ത്യയിൽ വന്ന സമയത്ത് ഐ വാസ് വിത്ത് ദം. അതിന്റെ ഡയറക്ടർ ജോൺ എന്ന് പറയുന്ന ഒരാളാണ്. 18 പേരുടെ ഒരു ഇതാണ്. അന്ന് അവരൊരു ബസ് റെന്റിനെടുത്ത് ഐ വാസ് വിത്ത് ദം, ടോക്കിംഗ് ടു ദം. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പ്. അവരുടെ മീറ്റിങ്ങിന് ജോൺ അവരുടെ സിംഗിങ്ങിന് മുമ്പായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളിവിടെ പാട്ട് പാടുമ്പോൾ ഒരു കാര്യം എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുണ്ട്. ഞാൻ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഈ കോക്കനട്ട്, നാളികേരം ഇങ്ങനെ പൊതിക്കുന്നത് ഞാൻ കണ്ടു. ആൻഡ് ദി ഔട്ടർ സ്കിൻ യു പീൽ ഓഫ് ആൻഡ് യു ത്രോ അവേ ആൻഡ് യു ആർ ടേക്കിംഗ് ഓൺലി ദ കോക്കനട്ട്, ദ നട്ട് ഇൻസൈഡ് ഇറ്റ്. അദ്ദേഹം പറഞ്ഞ ഉദാഹരണമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ യേശുവിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഔട്ടർ സ്കിൻ മാത്രമാണ്. ഞങ്ങളുടെ ഉള്ളിലുള്ള യേശുവിനെ നിങ്ങൾ എടുക്കുക, എന്നിട്ട് ഞങ്ങളെ നിങ്ങൾ വലിച്ചെറിഞ്ഞു കളയുക. ഒരു യഥാർത്ഥ സുവിശേഷകന്റെ ലക്ഷ്യം അതായിരിക്കണം. എറിയപ്പെടുവാനുള്ള ഒരു മനോഭാവത്തോടുകൂടെ, വലിച്ചെറിയപ്പെടുവാനുള്ള ഒരു മനോഭാവത്തോടുകൂടെ വേണം നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ. എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള യേശുവിനെ ആളുകൾക്ക് ഏറ്റെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ.